ചെയ്യാം, കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഇഗ്നോ കോഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മളെ പിന്നിൽ ആരും ഇങ്ങനെ ഉണ്ടാവില്ല, നിങ്ങൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ലേണർ സെന്റേർഡ് ആണ്. ലേണറിനാണ് കൂടുതൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇന്നിപ്പം ക്ലാസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഏകദേശം 60-65 കുട്ടികളുണ്ടാവും. കാരണം അവരെ കുട്ടന്മാരുടെ കാര്യം സൺഡേ ആണ്, കയറിയിട്ടില്ല. പക്ഷെ ഇതൊരു ക്ലാസ് റൂം ആണെങ്കിൽ എല്ലാവരും നമ്മൾ ഒരു പകുതി വരെ പിടിച്ചിരുത്തും. പിന്നെ കുറേയൊക്കെ ഇതിൽ സ്വന്തമായി റെഫർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ഒരു ഓവറോൾ വ്യൂ കിട്ടും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം എക്കണോമിക് എൻവയോൺമെന്റ്, മാക്രോ എൻവയോൺമെന്റിന്റെ കോമ്പണൻസ് പറഞ്ഞു, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്, ദെൻ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് ആണ്. ഇതൊരു ചാപ്റ്റർ തന്നെയാണ്, നമുക്ക് ഫോളോ ചെയ്ത് വരുന്ന അടുത്ത യൂണിറ്റിലുള്ള ഒരു ചാപ്റ്ററാണ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാവുന്നതാണ്. സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് ആണ് സെക്കൻഡ് യൂണിറ്റിൽ വരുന്നത്. Social structure and the culture of the society has great influence on the functioning of business activities. Each society has its own culture which consists of customs. നമ്മൾ പിന്തുടർന്ന് വരുന്ന ചില രീതികൾ, കസ്റ്റം, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, ഹാബിറ്റ്, ലാംഗ്വേജസ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ത് പറഞ്ഞാൽ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൾച്ചർ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞു വെക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ സൊസൈറ്റി, ഓരോ സൊസൈറ്റിക്ക് എന്തെന്ന് പറഞ്ഞാൽ ഓരോ കൾച്ചറുണ്ട്. നമുക്കറിയാം, ശീലിച്ചു വരുന്ന കസ്റ്റവും സിസ്റ്റം ഒക്കെ എന്തെന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലുള്ള കൾച്ചർ അല്ല കേരളത്തിലുള്ളത്. കേരളത്തിലെ കൾച്ചർ തന്നെ നോക്കുന്ന സമയത്ത് സദേൺ റീജിയനിലുള്ള കൾച്ചർ അല്ല നോർത്തേൺ റീജിയനിലുള്ളത്, നോർത്തേൺ റീജിയനിലുള്ള കൾച്ചർ അല്ല സെൻട്രൽ റീജിയനിലുള്ളത്. ഒരു പ്രദേശത്തന്നെ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ കൾച്ചറും ലാംഗ്വേജും ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പം ഇല്ലേ, കാസർഗോഡ് ഭാഷയ്ക്ക് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. അത് ചിലപ്പോൾ എന്താണ് പറഞ്ഞാൽ കോഴിക്കോടുള്ള ആൾക്ക് മനസ്സിലായിക്കോണമെന്നില്ല. കോഴിക്കോട് ഭാഷയ്ക്ക് ഒരു ഭംഗിയുണ്ടാവും, അതേപോലെ തന്നെ കാസർഗോഡ് ഭാഷയ്ക്കും ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഓരോ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം കേരളത്തിൽ തന്നെയാണെങ്കിൽ ഇപ്പം ബോർഡർ ഡിസ്ട്രിക്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഹാബിറ്റ് സിസ്റ്റം ഒക്കെ ഏകദേശം ഒരു തമിഴ് കൾച്ചറിലൊക്കെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഇപ്പം പൂക്കളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ലാംഗ്വേജ്, ഇതൊക്കെ എന്താണ് പറഞ്ഞാൽ ഇപ്പം കാസർഗോഡേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 7 ഭാഷകളുള്ള സ്ഥലമാണ്. കാസർഗോഡിന്റെ ബോർഡറിലൊക്കെ 7ഓളം ഭാഷകളൊക്കെ സംസാരിക്കുന്ന സ്ഥലമാണ്. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ ഒരു സോഷ്യൽ കൾച്ചറൽ എൻവയോൺമെന്റ്, ഈ ലാംഗ്വേജ് ഒക്കെ എന്താണ് പറഞ്ഞാൽ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഇപ്പം മലയാളം, ഇപ്പം എന്താ പറയാ, ചില ട്രൈബൽ പീപ്പിളൊക്കെ സംസാരിക്കുന്നത് മലയാളം തന്നെയായിരിക്കും. ഞാനും നിങ്ങളും കോട്ടയംകാരനൊക്കെ സംസാരിക്കും. പക്ഷെ ഇതൊക്കെ എന്തുണ്ട് പറഞ്ഞാൽ വ്യത്യസ്തത ഉണ്ടാകും. Habits, language and other forms of interaction between members of the society. Any business firm which aims at entering any market for its product and services has to be extremely careful about the cultural sensitiveness of the society involved. അത് ഞാൻ പറഞ്ഞു നേരത്തെ ഉദാഹരണം പറഞ്ഞു, ഈ മക്ഡൊണാൾഡ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ, അതിന്റെ ചില പ്രൊഡക്റ്റുകളൊക്കെ എന്താ പറഞ്ഞാൽ ചില രാജ്യങ്ങളിലൊന്നും മാർക്കറ്റ് ചെയ്യാൻ കഴിയില്ല. മാർക്കറ്റ് ചെയ്യാൻ കഴിയാത്ത എന്താ പറഞ്ഞാൽ അവിടെയുള്ള ചില നിയമങ്ങൾ അവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിരുദ്ധമായിട്ടുണ്ട്. അപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റിങ്ങിലാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ അഫക്ട് ചെയ്യുന്നത്. കാരണം ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം അറേബ്യൻ കൺട്രീസിൽ നിലനിൽക്കുന്ന നിയമങ്ങളായിരിക്കില്ല യൂറോപ്യൻ കൺട്രീസിലുണ്ടാകുന്നത്. യൂറോപ്യൻ കൺട്രീസിലുള്ള നിയമങ്ങളായിരിക്കില്ല ഏഷ്യൻ കൺട്രീസിലുള്ളത്. അപ്പൊ കൺട്രീസ് ടു കൺട്രി ഈ കൾച്ചർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്നു. ചില കൾച്ചറിന് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കടം കൊള്ളുന്നു, ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കൽ വാങ്ങുക, ഞങ്ങൾ ഹൽദി ഫെസ്റ്റിവലൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു ഭാഗമായിട്ട് പറഞ്ഞ. അതേപോലെ തന്നെ ദ കൺസംഷൻ പാറ്റേൺ, ദ ഡ്രസ്സിംഗ് ആൻഡ് ലിവിംഗ് സ്റ്റൈൽ ഓഫ് ദി പീപ്പിൾ ബിലോങ് ടു ഡിഫറെന്റ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് കൾച്ചർ വാരി സിഗ്നിഫിക്കൻ്റ്ലി. തന്നെയാണ് ഇപ്പം മലയാളത്തിൽ പറഞ്ഞത്. അതായത് കൺസംഷൻ പാറ്റേൺ, ഡ്രസ്സിങ് ആൻഡ് ലിവിങ് സ്റ്റൈലൊക്കെ ഓരോ രാജ്യത്തും എന്താകുന്ന വ്യത്യാസമാണ്. ഇപ്പം ഇന്ത്യക്കാരെ സംബന്ധിച്ച് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അവര് ഭക്ഷണമൊക്കെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കുറെ പ്രോപ്പർട്ടി അസറ്റൊക്കെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സമ്പാദിക്കലായിരിക്കും. അല്ലെങ്കിൽ തന്നെ അവർ സമ്പാദിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ ലാൻഡിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലയായിരിക്കും. എന്നാൽ വെസ്റ്റേൺ കൾച്ചറിൽ ലീവ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ബേസിക് നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവര് പിന്നെ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അവര് ലോകം മൊത്തം ചുറ്റാനായിരിക്കും പോകുന്നത്. കാരണം അവരുടെ ഇൻകം എന്താണ് പറഞ്ഞാൽ ടൂറിസത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് കൂടുതലും ചെലവഴിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്.
അപ്പം ഇവിടെയുള്ള ആൾക്കാർ ഇപ്പം കൾച്ചറിലൊക്കെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിശ്വാസത്തിലും അവരുടെ ആ പ്രവർത്തനങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട്. കാരണം അവരും ഇപ്പം യാത്രയ്ക്കൊക്കെ തയ്യാറായി ബ്ലോഗർമാരൊക്കെ ഒരുപാട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഇത് പറഞ്ഞു നിർത്താം. സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്, ദെൻ ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ്. ഡെമോഗ്രാഫി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ആണ്. ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഡീൽസ് വിത്ത് സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ. നോർമലി ദ അബ്സല്യൂട്ട് സൈസ് ഓഫ് പോപ്പുലേഷൻ ഇൻ കൺട്രി ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഡിറ്റർമിനിങ് ദ സൈസ് ഓഫ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. അപ്പോൾ ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് വരുന്ന കാര്യമാണ്. അതായത് സൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ, ലൈഫ് എക്സ്പെക്ടൻസി. അതായത് ഓരോ രാജ്യത്തും ഉള്ള എന്താ പറയുക ആയുർദൈർഘ്യം. കേരളത്തെ സംബന്ധിച്ചൊക്കെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് ഏകദേശം 79 വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ രാജ്യത്തും എന്തെന്ന് പറഞ്ഞാൽ അത് വ്യത്യാസമുണ്ട്. ഏജ് കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തും വ്യത്യാസമുണ്ട്. ഇപ്പം ചൈനയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ എന്താണ് പറഞ്ഞാൽ പോപ്പുലേഷനൊക്കെ റെസ്ട്രിക്ട് ചെയ്തതിന് ഫലമായി ഇപ്പം യങ് ജനറേഷൻ കുറവാണ്. അപ്പം അവിടെ കൂടുതൽ എന്താണെന്ന് പറഞ്ഞാൽ ജെറൻഡോളജി വൃദ്ധന്മാരാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെ എന്താ കേസ് ഉദിക്കുന്നില്ല എന്നാണ്. ഇനി സെക്സ് കമ്പോസിഷൻ, അതായത് ലിംഗ സമത്വങ്ങൾ. ഇപ്പം കേരളത്തെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ സ്ത്രീകളാണ് കൂടുതൽ എന്ന് പറയുന്നു. ഏകദേശം ഈക്വൽ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ ഓരോ രാജ്യത്തുള്ള, അതേപോലെ തന്നെ എത്തനിക് കമ്പോസിഷൻ, റൂറൽ അർബൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ, ഇൻകം ഡിസ്റ്റിങ്ഷൻ ലെവൽ, എഡ്യൂക്കേഷൻ ലെവൽസ്, ഫാമിലി സൈസ്, ഫാമിലി ലൈഫ് സൈക്കിൾ, ഓക്യുപ്പേഷൻ, റിലീജിയൻ, നാഷണാലിറ്റി. ഈ കാര്യങ്ങളൊക്കെ ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് വരുന്നതാണ്. അത് നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഡെമോഗ്രാഫിക് എൻവയോൺമെന്റിൽ വരുന്നതാണ്. ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവുകയാണ്. ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഡെഫിനിഷൻ. ടെക്നോളജി ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ഇൻ ഡേ ടു ഡേ ലൈഫ്. തുടക്കത്തിൽ പറഞ്ഞാണ്. ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദോസ് ഫാക്ടേഴ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ നോളജ് അബൌട്ട് മെഷീൻ ആൻഡ് പ്രോസസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദ വാരിങ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ഓഫ് ഡിഫറെന്റ് കൺട്രീസ് അഫക്ട് ദ ഡിസൈനിങ് ഓഫ് പ്രൊഡക്റ്റ്. അത് ഉദാഹരണം നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചാണ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇൻ USA, the several other countries, the electrical appliances and instruments are designed for 110 volts, but when these are meant for in India, they are made for 220 volts. Okay, അങ്ങനെ ഒരു വ്യത്യാസം. Similarly, the technological development may create demand for several new products. In fact, keeping up with the tempo of technological change is the major concern of business executive of the world. അതപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കുക. ഈ ഒരു മേഖലയൊക്കെ വായിച്ചാൽ കിട്ടുന്ന ഏരിയ ആണ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്താണെന്നുള്ളത്. ദെൻ ഇന്റർനാഷണൽ എൻവയോൺമെന്റ് ആണ്. ഇന്റർനാഷണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് കംപ്രൈസ് ഓൾ those factors, economic, political, technological, sociological, that operate at a transitional cross culture and cross border level, which also have an impact of the business operation of an enterprise. The development of which take place at the global. Hello sir, PPT കാണുന്നില്ലേ? കാണുന്നില്ല? ഇല്ല.
സ്ക്രീന് കാണുന്നുണ്ടോ? അപ്പം കാണുന്നുണ്ടോ? ഇല്ല, ഇപ്പം കാണുന്നില്ല. അല്ല, ഇപ്പോ എന്തെങ്കിലും സ്ക്രീനൊന്നും കാണുന്നില്ല. സാറിന്റെ നേരത്തെ കണ്ടിരുന്ന ചെറുപ്പം പിന്നെ പോയതാണ്. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, പിപിടി കണ്ടോ? കാണുന്നുണ്ട് സർ. ഓക്കെ, അപ്പൊ നമ്മളെ മൈക്രോ എൻവയോൺമെന്റും മാക്രോ എൻവയോൺമെന്റാണ് ഇപ്പൊ പറഞ്ഞു നിർത്തിയ. ആ സ്ലൈഡുകളൊക്കെ പിപിടി ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഏകദേശം നിങ്ങളെ സ്റ്റഡി മെറ്റീരിയലിനും ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് നിങ്ങൾ മെറ്റീരിയൽ അതുണ്ട് കേട്ടോ. മെറ്റീരിയൽ നിങ്ങളെ കയ്യിലുണ്ടോ? ഓക്കെ, നോ പ്രോബ്ലം. മനസ്സിലാവുന്നില്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നോക്കിയാൽ മതി. ഇത് നമുക്ക് അറിയാവുന്ന മേഖലയാണ്, അതൊന്ന് ഉറപ്പുവരുത്തുന്നത് മാത്രം. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ കമ്പനി ക്രോസസ് ഇറ്റ് ബോർഡേഴ്സ്, യു ക്യാൻ സേ ദാറ്റ് ഈസ് ഇന്റർനാഷണൽ കമ്പനി. ഒരു കമ്പനി അതിന്റെ ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് ഇന്റർനാഷണൽ കമ്പനിയാണ്. അപ്പൊ അതിന്റെ ഇന്റർനാഷണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇന്റർനാഷണൽ എൻവയോൺമെന്റ് എന്താണെന്നുള്ളതാണ് ഇവിടെയുള്ള ഈ PPT കാണുന്നത്. International environment comprises all those factors: economic, political, technological and sociological etc. അപ്പോൾ അതേപോലെ തന്നെ എന്താണ് പറഞ്ഞാൽ എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും ടെക്നോളജിക്കലായിട്ടും ഒക്കെ ഇന്റർനാഷണൽ ലെവലിൽ എന്തുണ്ട് പറഞ്ഞാൽ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് നാച്ചുറൽ എൻവയോൺമെന്റ് ആണ്. നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നതും ഈ എൻവയോൺമെന്റിന്റെ ഭാഗമാണ്, അതായത് മൈക്രോ എൻവയോൺമെന്റിന്റെ ഭാഗമാണ് നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. Business is also affected by the quality of natural environment in particular country. These are some business which can be established only at a source where the raw material is available. For example, sugar industry is possible only at those places where the sugarcane can be grown because of sustainable climate and soil condition. ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. കർണാടകയിലൊക്കെ ഉണ്ട്, പക്ഷെ അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് അതിന് പര്യാപ്തമാണ്. കേരളത്തിൽ കരിമ്പ് കൃഷി എന്ന് പറഞ്ഞാൽ ഇടുക്കി ആ മേഖലയിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് സ്ഥലത്തൊക്കെ ഉള്ളു. അവിടുന്ന് മറയൂർ ശർക്കരയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളും ബിസിനസ്സിനെ സ്വാധീനിക്കുന്നതാണ്. അതേപോലെ തന്നെ എന്താണ് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, റോ മെറ്റീരിയൽ ആൻഡ് ഇൻപുട്ട് വിൽ മേക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് അൺകോമ്പറ്റീറ്റീവ്. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുകയാണെങ്കിൽ, അതേപോലെ തന്നെ റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി കുറയുകയാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കൂടും. അനദർ ഡയമെൻഷൻ ഓഫ് നാച്ചുറൽ എൻവയോൺമെന്റ് ഈസ് ദ ഇക്കോളജി. ഇൻ ദ പാസ്റ്റ് ദ ഇൻഡസ്ട്രി ഹാസ് ഗിവൺ scant regard to the ecological and environmental issue. It degraded the environmental by contaminating water and polluting air, and disturbed the ecological balance by way of discriminating cutting of forest and exhausting mineral resources. അതാണ് നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബിസിനസ് ഒക്കെ പലപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ നിർത്തിപ്പോകേണ്ടി വരും എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഉദാഹരണത്തിന് ഈ കൊക്കക്കോള എന്ന് പറയുന്ന കമ്പനി ഇന്ത്യ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഉണ്ടായിരുന്ന വലിയൊരു ഫോസ്റ്ററിങ്ങിന്റെ അല്ലെങ്കിൽ എന്താ പറയാ വലിയൊരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാണ് എന്ത് പറഞ്ഞാൽ ആ കമ്പനികളൊക്കെ പോയത്. അതേപോലെ തന്നെ മാവൂർ ഗോളിയർ റയാൻസിൽ മാവൂർ ഇല്ലേ ആ കമ്പനി ഉണ്ടായിരുന്നു ഇവിടെ മാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. എനിക്കറിയില്ല, ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ഞാൻ ലോക്കൽ ഉദാഹരണം പറയാണ്. ആ കമ്പനി എന്താണ് ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞാൽ ഈ പോളിസ്റ്റർ ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളായിരുന്നു, മുളകുണ്ട്. പക്ഷെ ആ കമ്പനിയൊക്കെ പിന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കുറെ ചെറുത്ത് നിൽപ്പിന്റെ, അതായത് നമ്മുടെ ചാലിയ എന്ന് പറയുന്ന ആ റിവറിനെ പൊള്യൂട്ട് ചെയ്തതിന്റെ ഫലമായി പോയി. അതേപോലെ കൊക്കക്കോള പോയ പ്ലാച്ചിമട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായിരുന്ന ഒരു എൻവയോൺമെന്റൽ പൊല്യൂഷന്റെ ഒക്കെ അല്ലെങ്കിൽ ആ എൻവയോൺമെന്റൽ എന്താ പറയാ അവിടുത്തെ വെള്ളം ഊറ്റുന്നു എന്നുള്ളതുകൊണ്ടൊക്കെ പോകേണ്ടി വന്നതാണ്. ഇങ്ങനെ പല സ്ഥലത്തും പലപ്പോഴും എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കമ്പനികളൊക്കെ നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വരുന്നു. അനദർ ഡയമെൻഷൻ ഓഫ് നാച്ചുറൽ എൻവയോൺമെന്റ് ഇസ് ഇക്കോളജി. അതിന്റെ സറൗണ്ടിങ്സിലുള്ള മൊത്തം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അത് അഫക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇതൊരു അടുത്ത നമ്മളെ ഒരു ഭാഗമാണ്. അപ്പൊ ഒരു എസ്സേ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് എമർജിംഗ് സെനാരിയോ ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ. അപ്പൊ നിങ്ങളെ മെറ്റീരിയൽ എന്നുള്ള കണ്ടന്റ് ആണ് ഇവിടെ ഇപ്പൊ കാണുന്നത്. ആ PPTയിലുള്ള കാര്യം എന്താ പറഞ്ഞാൽ ഒന്ന് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയാണ്. പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി എന്ന് പറയാൻ ഞാൻ പറഞ്ഞു 1999-2000 ആ കാലം വരെ നമ്മൾ കുറച്ച് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് അങ്ങനെ ഇൻസ്റ്റെബിലിറ്റി ഒന്നും അധികം ഉണ്ടായിട്ടില്ല.
കാരണം എന്താ പറഞ്ഞാൽ എല്ലാ ഗവൺമെന്റുകളും 5 വർഷം തികച്ച് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ ഭരിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ തൽക്കാലം ഈ PPT മാറ്റി ഇപ്പോൾ PPTയിലുള്ളത് എന്തൊക്കെയാണെന്ന് കാണിച്ചതിന് ശേഷം വേറൊരു മെറ്റീരിയൽ നിങ്ങളെ കാണിച്ചു തരാം, നമുക്കത് നോക്കാം. ഓക്കെ, ഇനി ഗ്ലോബലൈസേഷൻ. ഇതൊരു എമർജിങ് ട്രെൻഡാണ്, പക്ഷേ ഇത് 91 ശേഷം വന്നാണ്. ഇതൊക്കെ എന്താണ് പറഞ്ഞാൽ കുറച്ച് ഒബ്സലറ്റ് ആണ് ഈ കണ്ടന്റ് ഒക്കെ. അപ്പം ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് 1991 വന്നാണ്. WTO ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് മാറ്റങ്ങളൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. GATT, WTO എന്നൊക്കെ പറയുന്ന അറേഞ്ച്മെന്റിനെ സംബന്ധിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ പറയാൻ ഈ സെഷൻ നമുക്ക് തയ്യില്ല. അപ്പം തന്നെ 3:48 ആയിരിക്കുന്നു, നമുക്ക് കുറഞ്ഞ സമയമുള്ളൂ. അതുകൊണ്ട് ഈ ഒരു മേഖല കൂടി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. അടുത്ത സെഷനിൽ അടുത്ത യൂണിറ്റ് ആണ് നമുക്ക് ഉണ്ടാകുക. ഇനി എക്കണോമിക് ലിബറലൈസേഷൻ, സാമ്പത്തിക ഉദാരവൽക്കരണം കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് എന്താ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് MRTP ആക്ട് 1969. അതൊക്കെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നിർത്തലാക്കുകയാണ് ചെയ്തത്. എക്കണോമിക് ലിബറലൈസേഷൻ നമ്മളെ സംബന്ധിച്ചുണ്ടായതാണ്. മോണോപൊളിറ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ്. ആ സമയത്താണ് എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സെക്ടറുകളൊക്കെ ഗവൺമെന്റിന്റെ എന്താണ് പറയുക, ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ നിലനിർത്തിയത്. ഇപ്പം മെറ്റീരിയൽ നോക്കാം. ഇന്ത്യൻ എക്കണോമി ഹാസ് ബീൻ highly regulated and controlled economy since independence. This is evident from the first industrial policy regulation which was adopted in April 1948. ആദ്യത്തെ ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്നത് 1948 The government took the responsibility of developing basic key industries under the ownership of management in public sector. ഞാൻ പറഞ്ഞാണ് നെഹ്റുവിന്റെ ഫസ്റ്റ് ഗവൺമെന്റ് നമ്മൾ കൂടുതൽ എന്താണെന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടറിനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അതെന്ത് ചെയ്തു, അതർ ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രീസ് were allowed to be developed in the private sector, but under the strict control and regulation of the government. This gave rise to the license and permit Raj in the country. Thereafter, the Industrial Policy Resolution of 1956, which was regarded as the economic constitution of India. അപ്പോൾ economic constitution എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആണ് 1956 economic constitution. India further expanded the role of public sector and put the whole of private sector under the regulation and control of the government. At the beginning of 1970s, regulatory framework for the private sector further tightened with the enactment of MRTP Act 1969. ഇങ്ങനെ ഒരു ആക്ട് നിലവിലുണ്ടായിരുന്നു. ആ ആക്ട് എന്താണെന്ന് പറഞ്ഞാൽ പിന്നീട് നിർത്തലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതെന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രൈവറ്റ് സെക്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടെക്നോളജിക്കൽ റെവല്യൂഷൻ ആണ്. ഇത് എമർജിംഗ് ട്രെൻഡ് ആണ്. ടെക്നോളജിക്കൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ടേക്കിംഗ് പ്ലേസ് ഓൾ ഓവർ ദി വേൾഡ് ഹാവ് നോട്ട് ബൈപാസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യക്ക് മാത്രമായിരുന്നു എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാറിയിരിക്കാൻ കഴിയില്ല. ടെക്നോളജിക്കൽ റെവല്യൂഷൻ ലോകവ്യാപകമായി ഉണ്ടായതാണ്. നമുക്കറിയാം മൊബൈൽ ഫോണിന്റെ ഒക്കെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് മേഖലയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞൊരു കാര്യമാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ മാനേജ്മെന്റ് എക്സ്പേർട്ടായ മാനേജ്മെന്റ് ഫിലോസഫറായ ഇന്ത്യൻ മാനേജ്മെന്റ് ഫിലോസഫറായ CK പ്രഹ്ലാദിന്റെ കോൺട്രിബ്യൂഷനാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. BPO എന്ന് പറയുന്നത് കോർ കോമ്പിറ്റൻസി തിയറിയുടെ ഭാഗമാണ്. അതായത് മേജർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രം എന്ത് ചെയ്യുന്ന ഗവൺമെന്റ് നടത്താം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പുറമേയുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു തിയറിയുടെ ഭാഗമാണ് ഈ കോർ കോമ്പിറ്റൻസി തിയറി എന്ന് പറയുന്നത്. ദെൻ റൂറൽ എമർജിംഗ് റൂറൽ മാർക്കറ്റ് ഉണ്ട്. ഇതൊക്കെ ലേറ്റസ്റ്റ് ട്രെൻഡാണ്. PPT ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇനി അടുത്തത് എൻവയോൺമെന്റൽ സ്കാനിങ് ആണ്. എൻവയോൺമെന്റൽ സ്കാനിങ് പെട്ടെന്നൊന്ന് പറഞ്ഞതിന് ശേഷം റീസെന്റ് ട്രെൻഡ് നമുക്ക് നോക്കാം. ഇതിപ്പം 2 മണിക്കൂറിനടുത്തായി. ആൾക്കാർക്കൊക്കെ ബോറടിക്കുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ എന്ന് വിചാരിച്ച കണ്ടന്റ് പെട്ടെന്ന് പാസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എൻവയോൺമെന്റൽ സ്കാനിങ് എന്ന് പറഞ്ഞാൽ എവരി ഓർഗനൈസേഷൻ മസ്റ്റ് ക്ലോസ്ലി തറോലി മോണിറ്റർ ദ റെലവൻറ്റ് ഓഫ് എൻവയോൺമെന്റ്. നിങ്ങളെ മെറ്റീരിയൽ ഈ ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ എൻവയോൺമെന്റൽ സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ബിസിനസ് നിലനിൽക്കുന്നതിന്റെ ചുറ്റുപാട് എപ്പോഴും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ത്രെഡ്സ് ഉണ്ടാവും, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് എൻവയോൺമെന്റൽ സ്കാനിങ് നടത്തുന്നത്. അപ്പോൾ മെറ്റീരിയൽ ഉണ്ട് എൻവയോൺമെന്റൽ സ്കാനിങ്. അപ്പോൾ അപ്രോച്ചസ് ടു എൻവയോൺമെന്റൽ സ്കാനിങ് നിങ്ങളെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഒന്ന് രേഖപ്പെടുത്തി വെക്കുക. എൻവയോൺമെന്റൽ സ്കാനിങ് എന്താണ്, നീഡ് ഫോർ എൻവയോൺമെന്റൽ സ്കാനിങ് എന്താണ്. എൻവയോൺമെന്റൽ സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോം സച്ച് ആസ് അനാലിസിസ് ദ മാനേജ്മെന്റ് ഈസ് ഇൻ ദ പൊസിഷൻ react to ignore or try to influence or anticipate futures opportunities and threat discovered ആണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് പറഞ്ഞാൽ എൻവയോൺമെന്റൽ സ്കാനിങ് ബീങ് ഹോളിസ്റ്റിക് എക്സസൈസ്
must take total view of the environment rather than making piecemeal analysis of various trends and components of the environment. Environment scanning must be continuous process because the nature of business environment itself is dynamic. തുടർച്ചയായി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം, സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. Any determined scanning system will not yield a desired result. മറ്റൊരു രീതിയിലുള്ള സ്കാനിങ് ഒന്നും ഒരിക്കലും നല്ല റിസൾട്ട് തരില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എൻവയോൺമെന്റൽ സ്കാനിങ് ഈസ് ഹ്യൂറിസ്റ്റിക് ഓർ എക്സ്പ്ലോറേറ്ററി പ്രോസസ്. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എൻവയോൺമെന്റൽ സ്കാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് സീക്സ് ടു എക്സ്പ്ലോർ ദ അൺനോൺ ആൻഡ് അൺസർട്ടൻ റീട്രെയിൻ ആൻഡ് വേരിയസ് ഡയമെൻഷൻ ഓഫ് വാട്ട് കുഡ് പോസിബിളി ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. Your prediction of what can happen are not necessarily going to be translated into what will happen. അപ്പം ഒരു ഹ്യൂറിസം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ടീച്ചിങ് ടെക്നിക്കാണ്. ഹ്യൂറിസം എന്ന് പറഞ്ഞാൽ കണ്ടെത്തൽ പഠനമാണ്. നമ്മൾ സാധാരണഗതിയിൽ ചില കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, ഇപ്പോൾ സാധാരണ ഒരു എക്സ്പെരിമെന്റ് നടക്കുന്ന സമയത്ത് നമ്മൾ പലതും ഇങ്ങനെ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഹ്യൂറിസം എന്നുള്ള വാക്കിൽ നിന്നാണ്, ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഹ്യൂറിസ്റ്റിക് ഓർ എക്സ്പ്ലോറേറ്ററി പ്രോസസ് എന്ന് പറയുന്നത് ഒറിജിൻ ചെയ്ത്. അല്ലെങ്കിൽ ഇത് കണ്ടെത്തലാണ്. പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നതാണ്, കണ്ടെത്തുന്നതാണ്. യുവർ പ്രഡിക്ഷൻ ഓഫ് വാട്ട് ക്യാൻ ഹാപ്പൻ ആർ നോട്ട് നെസസറിലി ഗോയിങ് ടു ബി translated into what will happen. Therefore, the emphasis must be on alternative futures, seeking classification on the assumption about the future, speculating systematically about alternative course of action, assessing possibilities and drawing more rational conclusion. അതാണ് എൻവയോൺമെന്റൽ സ്കാനിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പ്രോസസ്സാണ് ഇവിടെയുള്ളത്. പ്രോസസ്സ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ അപ്രോച്ചസ് എന്ന് പറയാം. ഒന്ന് സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് എൻവയോൺമെന്റൽ സ്കാനിങ് നടത്തുന്നത്. നിങ്ങളെ മെറ്റീരിയൽ ഒന്ന് നോട്ട് ചെയ്യാം. സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇതൊരു സിസ്റ്റമാറ്റിക്, ഒരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. മീൻസ് 1 by 1, അതായത് ഒരു ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഫോളോ ചെയ്യുന്നുള്ള, പ്രത്യേകിച്ചൊന്നും എന്താ പറയുക, പ്രത്യേക പർട്ടിക്കുലർ മേഖല മാത്രം എടുത്തൊന്നും പഠിക്കാതെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇവിടെ കൃത്യം പറഞ്ഞിട്ടുണ്ട്, systematic approach involves development and implementation of such a system which will ensure scientific and continuous collection of information for environmental scanning. അതായത് തുടർച്ചയായി ഒരു സിസ്റ്റമാറ്റിക് ആയി നടക്കുന്നതാണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച്. മീൻസ് തുടർച്ചയായി നടത്തുന്നു, മാത്രമല്ല സയന്റിഫിക് ആയിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നതാണ്. അതായത് തുടർച്ചയായി സയന്റിഫിക് ആയി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. Information relating to various aspects of environment which are relevant to the organization, business and industry are continuously collected to monitor chances of occurring in them. Information related to customers, market, changes in government policy, rules, regulation and legislation etc. need continuous updating, not only for strategic management but also for the performance of operational activities. ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ സാധാരണ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. പക്ഷെ ആ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന് മാത്രം വേണ്ടിയല്ല ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യേണ്ടത്. പകരം എന്തിനൊക്കെ വേണ്ടി ഇത് അനലൈസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ബിസിനസ് നിലനിർത്തണമെങ്കിൽ, അത് നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ, ഓപ്പറേഷൻ ലെവൽ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യണമെങ്കിൽ ഈ ഒരു എൻവയോൺമെന്റ് സ്കാനിങ് നടത്തണം. അപ്പോൾ സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്താണെന്ന് നോക്കാം. സയന്റിഫിക് ആണ്, കണ്ടിന്യൂസ് ആണ്, കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. അതാണ് അഡ്ഹോക്ക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതെന്താ, ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ അനലൈസ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത, അഡ്ഹോക്ക്. ദിസ് അപ്രോച്ച് ഇൻവോൾവ് കണ്ടക്ട് ഓഫ് സ്പെഷ്യൽ സർവേ ആൻഡ് സ്റ്റഡീസ് ഡീൽ വിത്ത് സ്പെസിഫിക് എൻവയോൺമെന്റൽ ഇഷ്യൂ ഫ്രം ടൈം ടു ടൈം. അപ്പൊ അഡ്ഹോക്കിന്റെ പ്രത്യേകത അതാണ്. എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേക ഇഷ്യൂവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നതാണ്, സർവേ നടത്തി കണ്ടെത്തുന്നതാണ് അഡ്ഹോക്ക് അപ്രോച്ച്. മറ്റേത് എന്താണെന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് ആണ്. കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നതാണ്, ഇൻഫർമേഷൻ കണ്ടിന്യൂസ് കളക്ട് ചെയ്ത് നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇതൊരു പ്രത്യേക പർപ്പസിന് വേണ്ടി മാത്രമാണ്. നെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഫോം അപ്രോച്ച് ആണ്. അണ്ടർ ദിസ് അപ്രോച്ച് ദ ഓർഗനൈസേഷൻ യൂസസ് ഇൻഫർമേഷൻ ഈസ് ഇൻ പ്രോസസ്ഡ് ഫോം വിച്ച് മേ ബി അവൈലബിൾ ഫ്രം വേരിയസ് സോഴ്സ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കുന്ന അപ്രോച്ചാണ്. അതായത് മറ്റേതൊക്കെ പ്രൈമറി ഡാറ്റ ഒക്കെ ഉപയോഗിച്ചായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. ഇത് സെക്കൻഡറി ഡാറ്റയാണ്. കാരണം ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ചില ഇൻഫർമേഷൻ ചില ഏജൻസികളൊക്കെ നടത്തി വെച്ച ചില പഠനങ്ങളൊക്കെ ഉണ്ടാകും. ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ പ്രോസസ്ഡ് ഫോം അപ്രോച്ചിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ചില ഗവൺമെന്റ് ഏജൻസീസിലൊക്കെ ചില ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ അവൈലബിൾ ആണ്. ആ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ ഉപയോഗപ്പെടുത്തും. അങ്ങനെയൊക്കെയാണ് ഈ പ്രോസസ്ഡ് ഫോം അപ്രോച്ച് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ നടത്തുന്നത്.
ഇനി ഇത് എൻവയോൺമെന്റൽ സ്കാനിങ് നടത്തുന്നതിന്റെ സ്റ്റേജസ് ആണ് ഈ ഒരു PPT കാണുന്നത്. ഫസ്റ്റ് വൺ, ഐഡന്റിഫിക്കേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഫോർ എൻവയോൺമെന്റൽ സ്കാനിങ്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നത്, എവിടെ നിന്ന് കളക്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് തീരുമാനിക്കേണ്ടത്. രണ്ടാമത്തെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒന്നാമത് ചെയ്യുന്നത് ഇതിൽ തന്നെ പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓഫ് എൻവയോൺമെന്റൽ സ്കാനിങ്. Environmental scanning require information input which can be derived from the different source. These could be formal and informal source. This could be written as well as verbal source. The origin of the source of data could be internal as well as external. Some of the important types of source of information are internal source. എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഡാറ്റാസ്, ഡോക്യുമെന്റ്സ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കമ്പനി, എംപ്ലോയീസ്, സോ ഓൺ. സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്, അതുകൊണ്ട് അത് ആ PPT ഞാൻ ലീവ് ചെയ്യാണ്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻവയോൺമെന്റൽ സ്കാനിങ് ആണ് ഈ ഒരു PPT കാണുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ്, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് സോഴ്സ് ആണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞാൽ അപ്രോച്ചസ് ഓഫ് എൻവയോൺമെന്റൽ സ്കാനിങ് ആണ്. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ സ്റ്റേജ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, രണ്ട് അപ്രോച്ചസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 3 രീതിയിലുള്ള അപ്രോച്ചസ്. പിന്നെ ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എൻവയോൺമെന്റ് സ്കാനിങ് നടത്താൻ വേണ്ടി പല രീതിയിലുള്ള ടെക്നിക്കുകൾ ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതുണ്ട്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്ക് ഉണ്ട്. അതിലേത് സിസ്റ്റം ഉപയോഗിക്കണം? ദർ ആർ ഫോർമൽ ആൻഡ് സിസ്റ്റമാറ്റിക് ടെക്നിക് ആസ് വെൽ ആസ് ഇൻഡ്യൂഷീവ് മെത്തേഡ്സ് അവൈലബിൾ വിത്ത് ദ സ്ട്രാറ്റജിസ്റ്റ്. ഇൻഡ്യൂഷൻ സാധാരണ മാജിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. അപ്പം അങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ പലതും ഉണ്ടാകും. അങ്ങനെയുള്ള വേണോ എന്നുള്ള കാര്യമാണ് അവിടെ തീരുമാനിക്കേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻവയോൺമെന്റൽ സ്കാനിങ് ആണ്. സ്വാഭാവികമായും അതിന്റെ ഇന്റേണൽ കാര്യങ്ങൾ, എക്സ്റ്റേണൽ കാര്യങ്ങളൊക്കെ ഇതിനെ അഫക്ട് ചെയ്യും. There are several factors which affect environmental scanning. These factors are events, trends, issues and expectation of different groups which have interest in the organization or its stakeholders. Stakeholders എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരെയും നമുക്ക് അതിനോട് താല്പര്യമുള്ള എല്ലാവരും സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. Events are important and specific occurrences taking place in different environmental sectors. Trends are the general tendencies or course along with the events take place. Issues are the current concern various sections of the society which arise in response to events and trend. Expectation are the demands which are made by various interest groups in respect to their concern or the issue which have emerged. ഓക്കെ, ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ ആ മെറ്റീരിയൽ ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. അതിനുശേഷം ഒരു മെറ്റീരിയൽ ഞാൻ നിങ്ങളെ ജസ്റ്റ് പോയിന്റുകളൊക്കെ ഒന്ന് കാണിക്കാം. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. നമ്മൾ സെഷൻ്റെ ടൈം 2 മണിക്കൂറാണ്. നിൽക്കുമെന്നൊന്നും അറിയില്ല, എങ്കിലും ആ ഒരു മെറ്റീരിയലിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഒന്ന് നോക്കാം. ഇതൊരു ജേണലിൽ വന്നാണ്. അപ്പോൾ നമ്മൾ റീസെൻ്റ് ട്രെൻഡ്സ്, ഇന്ത്യയിലുള്ള റീസെൻ്റ് ട്രെൻഡ്സ് എന്താണെന്ന് കാണിക്കുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനെ അനലൈസ് ചെയ്യാനുള്ള സമയമല്ല. ഇതുകൂടി ഇന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഈ ഒരു സെഷൻ തുടങ്ങിയത്. അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ മേഖല ഒന്ന് നോക്കാം. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ടല്ലോ, മെറ്റീരിയൽ കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ആയിക്കോട്ടെ. ഇന്ത്യയിലുള്ള റീസെന്റ് ട്രെൻഡ്സ് ആണ് കേട്ടോ ഈ ഒരു PPT-യിലുള്ള. നിങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആണ്. നമ്മൾ നേരത്തെ ആ മെറ്റീരിയലും കണ്ടിട്ടുണ്ട്. ബിസിനസ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ഇൻവോൾവ്സ് കോൺട്രാക്ടിങ് വൺ ഓർ മെനി ഫ്രണ്ട് എൻഡ് ഓർ ബാക്ക് എൻഡ്. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിലേറ്റഡ് ആണ്. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ്, HR, അക്കൗണ്ടിങ് എക്സെട്ര ആക്ടിവിറ്റീസ് വിത്തിൻ എ കമ്പനി ടു എ തേർഡ് പാർട്ടി ഓർ സർവീസ് പ്രൊവൈഡർ. അപ്പോൾ ഇത് ഇന്ന് റീസെന്റ് ട്രെൻഡ്സ് ആണ്. ഇന്ത്യയിലുള്ള ബിസിനസ്സിനെ അഫക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇതിലുള്ളത്. അത് BPO. ദെൻ എമർജിംഗ് ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റീസെന്റ് എക്സ്പ്ലോഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഒരു പ്രധാനപ്പെട്ട കാര്യം.
ഈ IT ഡെവലപ്പ് ചെയ്തതോടുകൂടി എന്താന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ടോട്ടൽ ചേഞ്ച് വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ ഉണ്ടായതാണ്. കാരണം എന്താ വെച്ചാൽ അതെന്താ പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണിനൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ, ടെക്നോളജി ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ട് നമ്മൾ മൊബൈൽ വാലറ്റുകൾ, അതേപോലെ തന്നെ എന്താ പറഞ്ഞാൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, പർച്ചേസ് ചെയ്യാൻ, ട്രേഡിനൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്താണ് പറഞ്ഞാൽ ഇവിടെ ചേഞ്ചസ് ടുക്ക് പ്ലേസ് ഇൻ ദ ബിസിനസ് എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം, ഇതൊന്ന് നോക്കാം. വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാന്ന് ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള മെറ്റീരിയലൊക്കെ പരമാവധി നിങ്ങൾ റെഫർ ചെയ്യാനുള്ള ശ്രമം നടത്തുക. അതേപോലെ ചേഞ്ചസ് ടുക്ക് പ്ലേസ് ഇൻ ദ ബിസിനസ് എൻവയോൺമെന്റ് ഇന്ത്യ, എസെൻഷ്യൽ ഓഫ് 3Ds. 3Ds എന്ന് ഉദ്ദേശിക്കുന്നത് 3D അല്ല, 3Ds എന്ന് പറഞ്ഞാൽ ഡെമോക്രസി, ഡെമോഗ്രഫി ആൻഡ് ഡിമാൻഡ്. ഇന്ത്യയിൽ വന്ന മാറ്റങ്ങളാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ പോപ്പുലേഷനിൽ വന്ന മാറ്റങ്ങൾ, അതേപോലെ തന്നെ എന്താ പറഞ്ഞാൽ ഈ ജനാധിപത്യത്തിൽ വന്ന മാറ്റങ്ങൾ, ഡിമാൻഡിലുണ്ടായ മാറ്റങ്ങൾ എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഉള്ളതാണ്. ഇപ്പം നമ്മളെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 130 കോടിയൊക്കെ. അപ്പം പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആവശ്യകത എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൂടുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിന്റെ അണ്ടറിൽ ഉള്ളത്. പിന്നെ എന്താണ് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു, റീസെന്റ് ട്രെൻഡ്സിൽ പറഞ്ഞ ചേഞ്ചിങ് പാറ്റേൺ ഇൻ ഇന്ത്യ എക്കണോമി, ബെനിഫിറ്റ് ഓഫ് മാനുഫാക്ചറിങ് ഇൻ മേക്കിംഗ് ഇന്ത്യ ക്യാമ്പയിൻ. ഈ ഒരു മേഖല നിങ്ങൾ എന്ത് ചെയ്യാന്നാണ് റെഫർ ചെയ്യണം. മേക്കിംഗ് ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അറിയാം, ടേക്കിംഗ് ദ ഗ്രോത്ത് സ്റ്റോറി ഫോർവേഡ്, ഇന്ത്യ ഈസ് ബീങ് പ്രൊജക്റ്റഡ് ആസ് മാനുഫാക്ചറിങ് ഹബ്ബ് ത്രൂ ദ മേക്കിംഗ് ഇന്ത്യ ക്യാമ്പയിൻ. അതായത് ഇന്ത്യയിൽ തന്നെ പല പ്രൊഡക്ഷൻ നടക്കണം എന്നുള്ള രീതിയിലാണ് മേക്കിംഗ് ഇന്ത്യ ക്യാമ്പയിൻ ഒക്കെ തുടങ്ങി. പല കമ്പനിയും തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സക്സസ് സ്റ്റോറീസ് ഒന്നും എനിക്കറിയില്ല, നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. വിത്ത് ദ ഗവൺമെന്റ് പ്രോമിസിംഗ് ടു പ്രൊവൈഡ് കൺഡ്യൂസീവ് എൻവയോൺമെന്റ്. ഈ മേക്കിംഗ് ഇന്ത്യ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു കൺഡ്യൂസീവ്, അതായത് കൺഡ്യൂസീവ് എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇൻഡസ്ട്രീസ് ഒക്കെ വളരെ വേഗത്തിൽ, സാധാരണ ഇതിൽ ഒരു ഇൻഡസ്ട്രീസ് ഒക്കെ തുടങ്ങണമെങ്കിൽ ഒരുപാട് നൂലാമാലകളൊക്കെ കടന്നു പോകുന്നുണ്ട്. ആ ഒരു എൻവയോൺമെന്റിലൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്തി ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ, വളരെ എളുപ്പത്തിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. പാനൽസ് ഹാവ് ബീൻ ഫോംഡ് ടു ഹെൽപ്പ് ഫാസ്റ്റ് ട്രാക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ, ഓവർകം ദ ബോട്ടിൽനെക്സ് ഓഫ് that obstruct the effort of investing in India and provide consistent effort in creating investor friendly environment. അതായത് ഒരു ഫാസ്റ്റ് ട്രാക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എന്താ പറയുക, ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മേക്കിംഗ് ഇന്ത്യ ക്യാമ്പയിന്റെ ഒരു ബെനിഫിറ്റ് ആയി തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഈസി ടു സെറ്റ് ബിസിനസ് ഓപ്പറേഷൻ, സെറ്റിംഗ് അപ്പ് ഓപ്പറേഷൻ ഇൻ ഇന്ത്യ നൗ ബിക്കമിംഗ് far more flexible thanks to the policy changes initiated by the government. With the most of the information and submission option available online, India is providing easier and flexible program for investors ready to ship their operation in the country. അതായത് ബിസിനസ് ഓപ്പറേഷൻ ഒക്കെ എന്താണെന്ന് പറഞ്ഞാൽ പല ലൈസൻസുകളൊക്കെ കിട്ടാൻ ഇന്ന് ഒരുപാട് ഓഫീസുകളൊന്നും കയറി ഇറങ്ങണ്ട. നേരെ മറിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഓൺലൈനായി തന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പല ഇടപാടുകളും നടത്താൻ കഴിയും, ഗവൺമെന്റ് ആയിട്ടുള്ള ഡീലിങ്സ് ഒക്കെ നടത്താൻ കഴിയും. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഈസി ഇൻഡസ്ട്രിയൽ പോളിസി ഗൈഡ് ലൈൻസ് ആണ്. 24/7 എന്ന് പറയുന്ന രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ്. ഇനി സാധാരണ ഇതിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എന്താണെന്ന് പറഞ്ഞാൽ റെഡ് ടാപ്പിസം എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഒരു ഈവിള് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് കുറയ്ക്കുക എന്നുള്ളതിന് പകരം എന്താണ് പറഞ്ഞാൽ കോർപ്പറേറ്റ് പ്രാക്ടീസസ്, അതായത് ഇവിടെ റെഡ് ടാപ്പിസത്തിന് പകരം എന്താണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ദ ഗവൺമെന്റ് പ്രോഗ്രസ്ഡ് environmental clearness for more than 300 projects and has to made sure that it would be red carpet. red tapisത്തിന് പകരം റെഡ് കാർപ്പറ്റ്. റെഡ് ടാപ്പിസ് നമുക്കറിയാം ഫയലിൽ കുടുങ്ങി പോകുന്നതാണ്. ചില കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്തു നിന്ന് ഫയല് അടുത്ത സ്ഥലത്തേക്ക് ഓപ്പറേറ്റ് ചെയ്തെത്താൻ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം, പല സമയത്തും ഒരുപാട് സമയം അങ്ങനെ വേസ്റ്റ് ആയി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ റെഡ് ടാപ്പിസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് തലത്തിൽ നടത്തുന്നത്. ഇനി അതേപോലെ തന്നെ ഡെവലപ്പിംഗ് സ്മാർട്ട് സിറ്റീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ഇന്ത്യയിൽ നിലവിൽ വന്ന ചില സംവിധാനങ്ങളാണ് സ്മാർട്ട് സിറ്റികളും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കോറിഡോറുകളും. ഈ പോയിന്റ് നോട്ട് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കുക. ഇനി ഓഫറിംഗ് സ്ട്രാറ്റജിക് ലൊക്കേഷൻ ഫോർ ഡൂയിങ് ബിസിനസ് ഇൻ ഇന്ത്യ, ചില പ്രത്യേക മേഖലകൾ അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്യുക, ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ ഇന്ത്യ എന്താണെന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാനുള്ള കരാർ ചില രാജ്യങ്ങളായിട്ട് ഏർപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇതവിടെ ചൈനയായി ബന്ധപ്പെട്ട് ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാനുള്ള കരാറിൽ ഇന്ത്യ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് അഹമ്മദാബാദ് ടു മുംബൈയാണ്. പല ഹൈസ്പീഡ് കോറിഡോർ ഉണ്ടായിക്കഴിഞ്ഞാൽ വ്യാപാരമൊക്കെ വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വികാസം പ്രാപിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ പ്രപ്പോസലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിനൊക്കെ ഒരുപാട് എതിര അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും.
ഇനി ജപ്പാനായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഒരുപാട് കൊളാബറേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്, മേക്കിംഗ് ഇന്ത്യ ക്യാമ്പയിൻ. അതേപോലെ തന്നെ ഈ ജപ്പാൻ നമുക്കറിയാം ജെയ്ക്ക എന്ന് പറയുന്ന കമ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കൊച്ചിൻ മെട്രോയ്ക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്ത കമ്പനിയാണ് ജെയ്ക്ക എന്ന് പറയുന്ന കമ്പനി. അപ്പൊ ഇങ്ങനെയുള്ള FDI ഒക്കെ ഒരുപാട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിയിരിക്കുന്ന രാജ്യം മൗറീഷ്യസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പല FDIകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ റീസെന്റ് ട്രെൻഡ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മെറ്റീരിയൽ ഒന്ന് റെഫർ ചെയ്യുക. ഇന്ത്യാസ് വിഷൻ ടു റൺ ബുള്ളറ്റ് ട്രെയിൻ, അതേപോലെ തന്നെ ജപ്പാൻ റൺസ് എ ഹെഡ്, ദെൻ ചൈന ഈസ് നോട്ട് ഫാർ ബിഹൈൻഡ്. മീൻസ് ഇവിടെ എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ചില കരാറുകളിലൊക്കെ എത്തി എന്നുള്ളതാണ്. കുറെ കാര്യങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫ്രാൻസുമായിട്ട് ഇന്ത്യ ചില കരാറുകളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. ജർമ്മനി ആയിട്ട് എന്താണ് പറഞ്ഞാൽ ഹൈ സ്പീഡ് ട്രെയിനിന്റെ കോൺട്രാക്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. എന്നൊക്കെയുള്ള കാര്യമാണ് ഈ ഒരു മെറ്റീരിയലുള്ള. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഗൂഗിളിൽ അവൈലബിൾ ആണ്, നിങ്ങളത് നോക്കുക. അപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കണം എന്ന് എനിക്ക് എന്തായിരുന്നു. അപ്പോൾ 4 മണി കഴിഞ്ഞതുകൊണ്ട് ഈ സെഷന്റെ സമയം ഏകദേശം അവസാനിച്ചുകൊണ്ട് ഇത്ര നേരം എന്നെ കേട്ടിരുന്ന ഒരു മൈനോറിറ്റിയോ മജോറിറ്റിയോ ഒന്നും എനിക്ക് അറിയില്ല. ഞാൻ മീറ്റിങ്ങിന്റെ ലിങ്ക് ഒന്ന് നോക്കട്ടെ. ഓക്കെ, എല്ലാരും മടുത്തോ? ഹലോ വിളിക്കടിച്ച. ഓക്കെ, അപ്പൊ സന്തോഷം. നമുക്ക് കുറച്ചുകൂടിയൊക്കെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ടൈമൊക്കെ, ഈ ബിസിനസ് എൻവയോൺമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഈ ബിസിനസ് എൻവയോൺമെന്റ്. അതേപോലെ തന്നെ നിങ്ങൾക്കും എഴുതാൻ ഒരുപാട് കഴിയുന്ന മേഖലയാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാല്, നിങ്ങൾ പറയാൻ മെറ്റീരിയലൊക്കെ ഒന്ന്, ഞാൻ ഈ ഒരു കാര്യം ഒന്ന് റെക്കോർഡ് ഒഴിവാക്കിക്കോട്ടെ.